ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമ്മൾ മുൻ ക്ലാസ്സുകളിലെ ഭൂതകാലത്തെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 6 തരം ഭൂതകാലങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? സാമാന്യ ഭൂതകാൽ, താത്കാലിക ഭൂതകാൽ, സന്ദിഗ്ധ ഭൂതകാൽ, പൂർണ്ണഭൂതകാൽ, അപൂർണഭൂതകാൽ, താത്കാലിക ഭൂതകാൽ. ഇനി പഠിക്കേണ്ടത് നമുക്ക് ഹേതുമത് ഭൂതകാലാണ് അല്ലേ? അതുകൂടി നമുക്ക് ഭൂതകാലം എന്താണെന്ന് മനസ്സിലാവും. അപ്പം എന്താ ഈ ഹേതുമത് ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഹേതുമത് ഭൂതകാൽ എന്താ അത്? അതായത് പ്രവൃത്തി ഭൂതകാലത്തിൽ നടക്കേണ്ടതാണ്, പക്ഷേ എന്തോ കാരണവശാൽ അത് നടന്നില്ല എന്നു സൂചിപ്പിക്കുന്ന ക്രിയാരൂപം. അതാണെന്ത്? ഹേതുമത് ഭൂതകാലം. പ്രവൃത്തി ഭൂതകാലത്തിൽ നടക്കേണ്ടതായിരുന്നു, പക്ഷേ എന്തോ കാരണവശാൽ നടന്നില്ല. ഈ ക്രിയാരൂപം അല്ലേ, ഇത് സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് ഹേതുമത് ഭൂതകാലം. ഇവിടെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് കുട്ടികളെ. അപ്പം നമുക്കൊന്ന് നോക്കാം. मैं सतर्क रहते तो घर में चोरी न होती. എന്താ പറയുന്നത്? ഞാൻ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ അല്ലേ, വീട്ടിൽ കള്ളൻ വരില്ലായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ സൂക്ഷിക്കാതെ പോയി, ശ്രദ്ധിക്കാതെ പോയി അല്ലേ, അതുകൊണ്ട് ഇപ്പം കള്ളൻ വന്നു. കണ്ടോ? അപ്പോൾ ഇവിടെ എന്താ ക്രിയ വരുമ്പോൾ എന്താ കണ്ട? ചോരി ഇന്ന ഹോത്തി എന്നാണ് പറഞ്ഞത്. കണ്ടോ? അപ്പം ക്രിയാധാതുവിനോട് കൂടിയിട്ട് കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ചിട്ട് എന്താ താ തേത്തി എന്ന് ചേർക്കുന്നു. ഏത്? ഈ ത. കണ്ട? താ കാണുന്നില്ല അല്ല കുട്ടികളെ? കണ്ടാ? ഈ താ തേ തി കണ്ടോ? ഇത് ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഹേതുമത് ഭൂതകാലം കിട്ടുന്നു. അതായത് ക്രിയാധാതുവിനോട് കൂടിയിട്ടാണ് കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ചിട്ട് താ തേ തി എന്ന് ചേർക്കുമ്പോൾ നമുക്ക് ഹേതുമത് ഭൂതകാലം കിട്ടുന്നു. അപ്പം ഹേതുമത് ഭൂതകാലം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഇനി നിങ്ങളത് അപ്പോൾ ഈ ഹേതുമത് ഭൂതകാലം വരുമ്പോൾ നമ്മൾ എന്തുകൂടി ചേർക്കുന്നു? വാക്യത്തിൻ്റെ ആരംഭത്തിൽ അഗർ അല്ലെങ്കിൽ യതി എന്നും അല്ലെങ്കിൽ തോ എന്നും ചേർക്കുന്നു. ഇവിടെ എന്താ ഉള്ളത്? സദർക്ക് രഹിതേ തോ. ഇവിടെ തോ മാത്രമാണ് ചേർത്തിരിക്കുന്നത് അല്ലേ? മേ സദർക്ക് രഹിതേ തോ ഘർ മേ ചോരി ന ഹോത്തി. ഇനി അടുത്ത വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഹം ടീക് സമയ പർ സ്റ്റേഷൻ പഹുഞ്ചത്തെ തോ. കണ്ട? ഇവിടെ തോ ചേർത്ത്. തോ ഗാഡി മിൽത്തി. കണ്ടാ? തോ. ഇനി പാനി ന ബർസ്താ തോ. ഇവിടെയും തോ ചേർത്തു അല്ലേ? മേ ജരൂരാത്ത. ഇവിടെ കണ്ട? താന്നാ ചേർത്ത് അല്ലേ? ഇവിടെ തീ, ഇവിടെ തേ. ഇനി ദൂത് ദേത്തേ തോ ബച്ച സോ ജാത്ത. അപ്പം എന്താ? പാല് കൊടുത്തിരുന്നെങ്കിൽ കുട്ടി ഉറങ്ങുമായിരുന്നു അല്ലേ? ദൂത് ദേത്തേ തോ ബച്ച സോ ജാത്ത. അപ്പോൾ പാനി ന ബർസ്താ തോ മേ ജരൂറാത്ത. മഴ പെയ്തില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്തായാലും വരുമായിരുന്നു അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചു അല്ലെ? മഴ പെയ്തു. തും പരീക്ഷ ലേത്തേത്തോ പാസ് ഹോ ജാത്ത. ഈ പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ പാസ്സാവുമായിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം തോ എന്ന ചേർത്ത്. ഇതിൽ കണ്ടോ? അഗർ പാനി മിൽത്താത്തോ അച്ചാ ഹോത്ത. ഇവിടെ അഗർ മുന്നിൽ ചേർത്തു അല്ലേ? അഗർ തോ. ചിലതിൽ എന്ത് ചേർത്തു? തോ ചേർത്തു. അല്ലെങ്കിൽ ചിലതിൽ യതി എന്ന് ചേർക്കും. യതി തോ. കണ്ടോ? യതി ഇവിടെ ഞാൻ എഴുതി കാണിച്ചു തരാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. യതി. കണ്ടോ? ഇതൊക്കെ ഹേതുമത് ഭൂതകാലത്തിൽ ചേർക്കുന്ന വാക്കുകളാണ്. യതിത്തോ, അഗർത്തോ. കേട്ടോ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അഗർ പാനി മിൽത്താ തോ അച്ചാ ഹോത്ത. അപ്പം ഒന്നുകൂടി നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. എന്താണ് ഹേതുമത് ഭൂതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഏ ക്രിയ ഭൂതകാലത്തിൽ നടക്കേണ്ടതായിരുന്നു, പക്ഷേ എന്തോ കാരണവശാൽ നടന്നില്ല. ഈ ക്രിയാരൂപമാണ് ഹേതു ഹേതുമത് ഭൂതകാലം എന്ന് പറയുന്നത്. പിന്നെയോ ക്രിയോടുകൂടി ത അല്ലെങ്കിൽ തേ അല്ലെങ്കിൽ തി കർത്താവിന് ലിംഗവചനം അനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെയോ പിന്നെ എന്തും കൂടി ശ്രദ്ധിക്കണം നിങ്ങൾ. ക്രിയ ആരംഭിക്കുമ്പോൾ ഒന്നിക്കൽ അഗർ അല്ലെങ്കിൽ യതി എന്ന് ചേർക്കുന്നു. അഗർത്തോ അല്ലെങ്കിൽ യതി അല്ലേ ചേർക്കുന്നു. പിന്നെയോ ഇത് ഓരോ വാക്യാംശമാണ് അല്ലേ. അഗർ പാനി മിൽത്ത തോ, അപ്പോൾ ഓരോ വാക്യാംശത്തിൻ്റെ ഇടയിൽ തോ എന്നുകൂടി ചേർക്കുന്നു. വേണ്ട അഗർ തോ ഉണ്ടോ. അഗർ പാനി മിൽത്ത തോ ഇതൊരു ആദ്യത്തെ വാക്യാംശമാണ്, ഇത് രണ്ടാമത്തെ വാക്യാംശമാണ്. അതിൻ്റെ ഇടയിൽ തോ എന്ന് ചേർക്കുന്നു. ഇവിടെ കണ്ടോ തും പരീക്ഷാലയത്തെ തോ ഉണ്ടോ. ഇവിടെ ഇത് ആദ്യത്തെ വാക്യാംശമാണ്, ഇത് രണ്ടാമത്തെ വാക്യാംശമാണ്. അപ്പോൾ അതിനിടയിലാണ് തോ ചേർത്തത്. അപ്പം അഗർ അല്ലെങ്കിൽ തോ അല്ലെങ്കിൽ യതി തോ അഗർ തോ അല്ലെങ്കിൽ തോ എന്ന് നമ്മൾ ഹേതു ഹേതുമത് ഭൂതകാലത്തിൽ ചേർക്കുന്നു. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കാലം എന്താണെന്ന് കംപ്ലീറ്റ് പഠിച്ചിരിക്കുന്നു. ഇനി പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ നിങ്ങൾ അത് സ്വന്തമായിട്ട് സ്വയം ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഹോംവർക്ക് അല്ലെങ്കിൽ വർക്ക് തരാം. അപ്പം കാലം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്യങ്ങൾ രചിച്ച് ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും ഒക്കെ മനസ്സിലാക്കിയെടുക്കാം, സ്വയം മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്ലീസ് ഫോർ വാച്ചിങ്. താങ്ക് യു. Sorry, thank you for watching. Thank you.